ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോവയ്ക്ക തോരനാണ്. അപ്പോൾ നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. ഞാനിതാ ഇവിടെ തോരൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കോവയ്ക്ക് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിതുപോലെ വട്ടത്തിൽ കനം കുറച്ചിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇപ്പം ഞാനിത് അവിടെ കോവയ്ക്ക ഈ ഒരു കനത്തിലാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഒരുപാട് അങ്ങോട്ട് കനം കുറച്ച് അരിഞ്ഞിട്ടില്ല. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 300 ഗ്രാം കോവയ്ക്കാണ് കേട്ടോ. അരിഞ്ഞെടുത്തതിന് ശേഷമുള്ള അളവാണ് പറഞ്ഞത്. ഇപ്പൊ ഞാനിവിടെ ചെറിയ ഇളം കോവയ്ക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ടേസ്റ്റും കൂടുതൽ ഇതിനാണ് കേട്ടോ. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയും നമുക്ക് ഇതുപോലെ ഒന്ന് ചൂടായിട്ട് കിട്ടിയാൽ നമുക്ക് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇത് കടുക് ഇതുപോലെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ ഉള്ളി സവോള നമുക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷെ ചെറിയ ഉള്ളിൽ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ ഈ തോരന് വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുള്ളത്. ഞാനൊരു 20 ചെറിയ ഉള്ളി ഇതുപോലെ വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞതാണ്. ഇനി നമുക്ക് തോരന്റെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഈ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ട് നമുക്ക് ഒരുപാട് കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്നങ്ങോട്ട് വഴണ്ട് കിട്ടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി കേട്ടോ. ഇപ്പം നമ്മളിതാ ചെറിയ ഉള്ളി ഒരു 3-4 മിനിറ്റ് ഒക്കെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ടൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ ഉള്ളി. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം നമുക്ക്. ഇനി ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടെ. അപ്പം നമ്മളിവിടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒരു 30 സെക്കൻഡ് മാത്രം ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കോവയ്ക്ക് ചേർത്ത് കൊടുക്കാം. കോവയ്ക്ക് ഇതുവരെ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ കോവയ്ക്കും ഒക്കെ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ആയിട്ട് കിട്ടട്ടെ. ഇപ്പം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ടെടുക്കാം. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇളം കോവയ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വേവൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. ഞാനിവിടെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ്. ഇപ്പം ഞാനിവിടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് അടപ്പ് തുറന്ന് നോക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമുക്ക് കോവയ്ക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോകണ്ട കേട്ടോ. പാകത്തിന് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇളം കോവയ്ക്കാണ് എടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇനി ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കോവയ്ക്ക കൊണ്ട് തന്നെ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കാം. ആ തേങ്ങയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി തേങ്ങ ഒന്ന് കുക്കായിട്ട് കിട്ടട്ടെ. അപ്പം ഞാനിവിടെ തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഇപ്പം തേങ്ങ ചേർത്ത് 2 മിനിറ്റിന് ശേഷം നമ്മളൊന്ന് തുറന്നു നോക്കുന്നുണ്ട് അടപ്പ്. എന്നിട്ട് ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള കോവയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. കഞ്ഞിയുടെ കൂടെ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു തോരനാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയണം. നമുക്ക് അടുത്തൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.